ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നതുണ്ടല്ലോ, ഒരു വർഷമായിട്ടും 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വാച്ചറാകാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പുതിയതായിട്ട് വന്ന ബിഗിനേഴ്സർക്കും അതുപോലെ തന്നെ 4000 വാച്ചർ കംപ്ലീറ്റ് ആയ ആൾക്കാർക്കും പിന്നെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോസാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അത് വീഡിയോസ് സഹിതമാണ്. അതായത് ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്, കാരണം നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി അത് നിങ്ങളെ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ 1.5 വർഷമായിട്ടുണ്ട് കേട്ടോ. ഈ 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ 1 വർഷത്തോളം ആയി എനിക്ക് വാച്ചർ കംപ്ലീറ്റ് ആകാൻ. കാരണം എനിക്ക് വീഡിയോസൊക്കെ ഇടുമ്പോഴും എങ്ങനെയൊക്കെയാണ് വീഡിയോസ്, അതുപോലെ തമ്പിനെ ക്രിയേറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ലായിരുന്നു. സത്യത്തിൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴാണ് തമ്പിനെ ക്രിയേറ്റ് ചെയ്യാനായാലും വീഡിയോസ് നല്ല രീതിയിൽ ഇടാനായാലും ഒക്കെ എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. പക്ഷേ അങ്ങനെ തന്നെ ആയപ്പോഴും പിന്നെ അത്യാവശ്യം ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം തന്നെ അത്യാവശ്യം രീതിയിൽ എനിക്ക് ഏകദേശം ഡോളറെല്ലാം അടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനെന്ന് വെച്ചാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഒരുപാട് ആശ്രയിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ വീട്ടിലിരുന്നുകൊണ്ട് അത്യാവശ്യം ഇച്ചിരി കൈമണിയൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ സത്യത്തിൽ ഈ യൂട്യൂബ് ചാനലിനെ ഞാൻ കാണുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വർക്ക് ചെയ്ത് എടുത്താൽ മാത്രം മതി, നമുക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സും കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ എന്നെപ്പോലുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണുക. കണ്ടാൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും. പിന്നെ ഇത് ചെയ്തിട്ടുള്ള ആൾക്കാർ വിട്ട് കളഞ്ഞേക്കുക. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിനകത്ത് ചെയ്യാത്ത ആൾക്കാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തൊന്ന് കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്ത വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനകരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റിങ്സിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സബ് കൂടാനും വ്യൂസ് കൂടാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ വാച്ചർ കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഞാനൊരു കൊച്ചു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അത്യാവശ്യം വാച്ചർ കംപ്ലീറ്റ് ആകാനൊക്കെയുള്ള എല്ലാം കിട്ടും കേട്ടോ. കാരണം ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് ഞാനിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും സബ്സ്ക്രൈബേഴ്സും വരുന്നുണ്ട്. അതായത് പിന്നെ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ 1000 സബ്, 2 ആഴ്ചയിൽ ഒരു 1.5 ആഴ്ചക്കുള്ളിൽ 1000 സബ് എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് വന്ന്. അതുപോലെ തന്നെ വ്യൂസും കൂടുന്നുണ്ടായിരുന്നു. എൻ്റെ ഷോർട്സ് ആയാലും ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ വീഡിയോസ് പിന്നെ ഞാനിപ്പോൾ ഇട്ട് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം അതുപോലെ നിങ്ങൾക്കും പ്രയോജനകരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ഇടുന്നത്. അപ്പം നമുക്ക് നോക്കാം, വീഡിയോയിലിട്ട് പോകാം. നമ്മുടെ ചാനൽ അക്കൗണ്ട് എടുക്കണം കേട്ടോ. അക്കൗണ്ടിൽ 3 ഡോട്ട് ഉണ്ട്. അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ എന്നൊരു ഓപ്ഷൻ വരും. ആ ഷെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം കോപ്പി ലിങ്ക് എന്ന് പറയും. അപ്പം നമ്മുടെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് പിന്നെ ഇനി നമ്മൾ നേരെ പോകേണ്ടത് ക്രോമിലോട്ടാണ് കേട്ടോ. അപ്പം ക്രോമിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കൗണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു എംബ്ലം കണ്ടോ. അപ്പോൾ ആ സെറ്റിങ്സിൽ പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം ആ സെറ്റിങ്സിൽ പിടിച്ച് ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാനത് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയത് കേട്ടോ. സെറ്റിങ്സിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പം പിന്നെ കുറച്ച് വേർഡ്സൊക്കെ എഴുതി വരും. അപ്പോൾ അതിനകത്ത് സെക്കൻഡായിട്ട് വരുന്ന ചാനൽ എന്നും പറഞ്ഞുകൊണ്ട് നല്ലോണം കാണാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് ചാനൽ എന്ന് പറയുന്നതിനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ കുറേ കീവേഡ്സ് ഒക്കെ കൊടുക്കേണ്ട സംഭവങ്ങൾ വരുവേ. അപ്പം മണ്ടയ്ക്ക് കൺട്രീസ് കൊടുക്കണം. അത് മസ്റ്റായിട്ടും കൊടുക്കേണ്ടതാണ്. ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ കീവേഡ്സൊക്കെ ഞാൻ നേരത്തെ തന്നെ എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ കീവേഡ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത്യാവശ്യം കീവേഡ്സ് ഒരു 500 താഴെ 500 താഴോട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. അതിനകത്തൊരു കുഴപ്പമില്ല. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് ചെയ്യാതെ കീവേഡ്സ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് പഴയതുപോലെ ക്രോമിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പം കീവേഡ്സ് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പ്രഗത്ഭരായിട്ടുള്ള കീവേഡ്സൊക്കെ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. അത് ഞാൻ പറഞ്ഞു തരാമേ. ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതപ്പം കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ പോവുക. അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ ആ 3 ഡോട്ട്സ് ഉണ്ടല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ എന്നും പറഞ്ഞുകൊണ്ട് വരും. നമ്മൾ ആ ഷെയറിൽ പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി ലിങ്ക് എന്നും പറഞ്ഞുകൊണ്ടൊരു അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ക്രോമിലോട്ട് പോകാം കേട്ടോ. ക്രോമിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രോമിലുണ്ടല്ലോ, നമ്മുടെ യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതിനകത്ത് പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ മണ്ടയ്ക്കായിട്ട് പിന്നെ സെറ്റിങ്സ് എന്നും പറഞ്ഞുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ആദ്യം പിടിച്ചൊന്ന് ക്ലിക്ക് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡായിട്ട് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് വരും കേട്ടോ. ആ ചാനൽ എന്ന് ഉള്ളത് ക്ലിക്ക് കൊടുക്കുമ്പോഴാണ് കൺട്രീസ് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ഞാനത് കൺട്രീസിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞോന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കൺട്രീസ് കൊടുക്കണമെന്ന് ഞാൻ ഇന്ത്യയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതൊന്ന് കൊടുത്തേക്കണം. നമ്മുടെ കൺട്രി ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കൊടുത്തേക്കണം. പിന്നെ അതിന് തൊട്ട് വരെ കുറേ കീവേഡ്സുകളാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് കീവേഡ്സ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് കീവേഡ്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ
ചാനലിൻ്റെ പേര് തന്നെ നിർബന്ധമായിട്ട് എഴുതണം. ഞാൻ കൊടുത്തേക്കുന്നത് മിനി സുനിൽ ഫാമിലി വ്ളോഗ് എന്നാണ് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മിനി സുനിൽ ഫാമിലി വ്ളോഗ് എന്നാണ്. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം അതിൽ കൊടുത്തേക്കണം. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ കോമഡി ഫണ്ണിങ് റീൽസ് ചെയ്യുന്നുണ്ട്, കുക്കിംഗ് റീൽസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് വൈറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബിനെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊക്കെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ആ ലിങ്കുകളെല്ലാം കൊടുത്തേക്കണം. അതിലുപരി പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടെ പറയാം. അതിലുപരി എന്ന് പറയാൻ ഈ പ്രഗത്ഭരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ KL ബ്രോയൊക്കെ, അപ്പം KL പിന്നെ അവരുടെയൊക്കെ കവിതയുടെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അവരുടെയൊക്കെ ലിങ്ക് ഒക്കെ നമ്മളിങ്ങനെ അവരൊക്കെ എഴുതിക്കുന്ന ലിങ്കൊക്കെ നമുക്ക് അതുപോലെയൊക്കെ നമ്മളും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ തന്നെ യൂട്യൂബർ മലയാളം കോർണർ അങ്ങനെയൊക്കെ അവരൊക്കെ നല്ല ടീമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇച്ചിരി ഉയർന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചാനലിൻ്റെയൊക്കെ ലിങ്കൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സബ് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ടു കഴിയുമ്പം അവരിലേക്ക് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡായിട്ട് പോകും. യൂട്യൂബുകാർ തന്നെ അത് ചെയ്യും കേട്ടോ. അപ്പം അവർ നമ്മുടേതും കാണും. പിന്നെ ആ രീതിയിൽ നമുക്ക് വ്യൂസ് ആയാലും പിന്നെന്താ സബ്സ്ക്രൈബേഴ്സ് ആയാലും എല്ലാം കിട്ടും. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഒരിക്കലും സ്പാമായി പോകാൻ ഒരു സാധ്യതയില്ല. അവർ പിന്നെ നോർമലാണ്, നമ്മുടെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ചില ആൾക്കാർ എഴുതുമല്ലോ, വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് 4000 വാച്ചർ 100 പിന്നെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് അടി കൊണ്ടിട്ട് മെസ്സേജ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും കൂടെ വരും, എന്നെ സബ് ചെയ്താൽ ഞാനും സബ് ചെയ്യാം, എല്ലാവരും കൂടെ ഒത്തൊരുമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പിന്നെ കമൻറ്റുകളൊക്കെ വരുമല്ലോ. അപ്പം ദൈവത്തെ ഓർത്ത് ആരും അങ്ങനെയൊക്കെ ഉള്ളതിൽ പോയി സബ് ചെയ്താൽ അതൊക്കെ സ്പാമായി പോയിട്ടുള്ളതൊന്നും നിങ്ങൾക്ക് നിലവിൽ കിട്ടാത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും പ്രയോജനകരമാകുന്ന ഒരു വീഡിയോസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇനിയൊരു വീഡിയോസ് ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ.